നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ പേമാരി ശക്തമായതോടെ കനത്ത നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിലെ പുഴകൾ കരകവിഞ്ഞൊഴുകി. കർണാടക വനത്തിൽ നിന്നുള്ള ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാൽ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ അപകടവും നടന്നിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും ശക്തമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. വൈദ്യുതി തൂണുകളും കനത്ത മഴയിൽ നിലം പതിച്ചു. തോടുകളിൽ വെള്ളം കയറി പാലത്തിലൂടെയുള്ള ഗതാഗതം മുടങ്ങി. കൊട്ടിയൂർ ബാവലിപ്പുഴ നിറഞ്ഞൊഴുകുന്നത് തീർത്ഥാടകർക്ക് ഭീഷണിയായിട്ടുണ്ട്. ഞായറാഴ്ച ബാവലിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശിയായ അഭിഷേകിനായി ഫയർഫോഴ്സ് തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. നല്ല മഴയുള്ള സമയത്ത് കടലിലോ ജലാശയങ്ങളിലോ ഇറങ്ങരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതിനാൽ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 13 ഡാം അധികൃതരും തുറന്നു. കൊല്ലത്ത് ഇന്നലെ രാത്രി റെയിൽവേ ട്രാക്കിൽ മരം വീണതിനാൽ തിങ്കളാഴ്ച രാവിലെ മുതൽ ട്രെയിനുകൾ പലതും വൈകി ഓടുകയാണ്. കണ്ണൂർ നഗരത്തിനടുത്തെ കക്കാട് പുഴയിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറി ഇതുവഴിയുള്ള മുണ്ടയാട് ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതം നിർത്തിവെച്ചു. കാൽനട യാത്രയും മുടങ്ങി. പുല്ലൂപ്പിക്കടവ് നിറഞ്ഞൊഴുകുന്നതിനാൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളും വെള്ളപ്പൊക്ക ഭീതിയിലാണ്. കണ്ണൂർ നഗരത്തിലെ താവക്കര, കണ്ണൂർ സിറ്റി, മഞ്ചപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പയ്യാമ്പലത്ത് കടൽക്ഷോഭവും രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.